ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എല്ലാ കൂട്ടുകാരെയും മൂന്നാറിലെ ചിന്നക്കനാലിലുള്ള സ്റ്റെർല റിസോർട്ടിലേക്ക് ആട്ടോ കൊണ്ടുപോകുന്നത്. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ മൂന്നാറിൽ. ഇപ്പോൾ ടൈം 10 മണിയാണ്. ഇപ്പോൾ തണുപ്പൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് ഗേറ്റൊക്കെ തുറന്ന് തരുന്നുണ്ട്. തുറന്ന് ദേഹത്തേക്ക് കയറിയിട്ടുണ്ടല്ലോ, നല്ല പ്ലാന്റ്സും ട്രീസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ്. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇങ്ങനത്തെ വഴികളിലൂടെ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾറെഡി റിസോർട്ട് നല്ല ഹൈറ്റിലാണ്. അപ്പോൾ ഗേറ്റിൻ്റെ എൻട്രൻസിൽ നിന്ന് ഇവിടെ നിന്ന് റിസോർട്ടിലേക്ക് ഒരു 50 മീറ്റർ കയറി വരാനുണ്ട് കേട്ടോ. ഹൈറ്റ് കൂടുന്തോറും അവിടെ നിന്നുള്ള കാഴ്ചകളുടെ ഭംഗി അത് ഭയങ്കര ഒരു ഭംഗി തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഈ ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ പീക്ക് വ്യൂവിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഹൈറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നിന്ന് താഴ്വാരങ്ങൾ ഇങ്ങനെ നോക്കി നിന്ന് അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ സ്റ്റെർല റിസോർട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാട്ടോ. അതുകൊണ്ട് ഇവിടെ സ്റ്റേ ഒന്നുമില്ല. ആളെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഞാൻ കിട്ടിയ ഗ്യാപ്പിലൊരു വീഡിയോ ആക്കിയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പാർക്ക് മാത്രമല്ല, എന്നെ ഇവിടെ കൂടുതൽ ആകർഷിച്ചത് ഈ കാണുന്ന സ്റ്റിക്കുകളാട്ടോ. ഇവിടെ കുറേ സ്റ്റിക്കുകളുണ്ട്. ഈ സ്റ്റിക്ക് കണ്ടോ കൂട്ടുകാരെ, ലവ് ചിഹ്നം മാതിരി. അപ്പോൾ അവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പ് വഴി ഞാൻ അതിൻ്റെ മേലെ കയറിയിട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ കയറി നിന്നപ്പോൾ ഉണ്ടല്ലോ, താഴെ മൂന്നാർ ടൗണും കുറേ തേയിലക്കാടുകളൊക്കെ കാണാൻ പറ്റിയിട്ടോ. ഓൾറെഡി റിസോർട്ട് ഭയങ്കര ഹൈറ്റിലാണ്. അതിൻ്റെ മേലെ ഈ സ്റ്റിക്കും കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ നിന്നപ്പോഴുള്ള ആ കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. നല്ല കാറ്റും ഒരു ചെറിയ തണുപ്പും കൂടിയ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഈ ടൈമിൽ. പിന്നെ അവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങി ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ ദേ പുല്ല് കണ്ടോ, നല്ല ഭംഗിയുള്ള പുൽത്തകിടി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോണ ടൈമിൽ എൻ്റെ കണ്ണിൽ ആകർഷിച്ചതാണ് കേട്ടോ ഈ ഊഞ്ഞാല. നല്ല രസമുള്ള ഊഞ്ഞാലയായിരുന്നു. ഞാനതിൽ കയറി ഇരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഊഞ്ഞാല കണ്ടാൽ എനിക്ക് അപ്പം ആടണം. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ എനിക്ക് ഊഞ്ഞാല ആടാനുള്ള ടൈം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഊഞ്ഞാൽ ആടാറില്ല കേട്ടോ. പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ കുട്ടികളുടെ പാർക്കിലൊക്കെ ഞാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് കുട്ടികളുടെ ഊഞ്ഞാലിൽ വരെ കയറി നിന്ന് ആടാനുള്ള ആഗ്രഹം തോന്നാറുണ്ട്. പിന്നെ അതേ കണ്ട സംഭവമാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്ക്. ഇത് സ്റ്റെയർ മോഡൽ സ്റ്റിക്കായിരുന്നു. ദേ അതിൻ്റെ മേലെ മൂന്നാർ സ്റ്റെർലിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മോൾക്ക് ഇതിൽ കയറിയപ്പോൾ കയറാൻ നേരത്ത് ഞാൻ ഇപ്പോൾ കയറും ഉമ്മി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറി ഇറങ്ങാൻ നേരത്ത് ആക്കടെ എക്സ്പ്രഷൻ കണ്ടു. ഭയങ്കരമായിട്ട് പേടിച്ചാണ് ആൾ ഇറങ്ങിയത്. പിന്നെ ഞാൻ അങ്ങോട്ട് കയറിയിട്ടോ. എനിക്ക് കയറിയപ്പോൾ ഒരു പേടിയും തോന്നിയില്ല. പിന്നെ ഞാൻ കയറി കുറേ നേരം ആ കവാടം പോലെ ഇരിക്കുന്ന ഭാഗം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കയറി നിന്ന് വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു അവിടെ കയറി ഇങ്ങനെ നിൽക്കാനൊക്കെ ആയിട്ട്. അവിടെ നിന്നപ്പോൾ താഴെ നല്ല തേയിലത്തോട്ടവും നല്ല രസമാണ് കാഴ്ചകളൊക്കെ കാണാനായിട്ട്. പിന്നെ അതേ ഒരു എലഫൻറ്റിൻ്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഈ എലഫൻറ്റിനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഒരു റിയൽ എലഫൻറ്റ് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ കഴുത്തേലുണ്ടല്ലോ ഒരു മണി ഉണ്ടായിരുന്നു കേട്ടോ. അത് മോള് വന്നിട്ട് ഒന്നടിച്ച്, രണ്ടാമത്തെ അടിക്ക് ഞങ്ങളെല്ലാവരും കൂടി ഇതേ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറിയേ. സ്റ്റേ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ വിശേഷങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പം നമ്മൾ മൂന്നാറിൽ ടൂറൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഏത് റിസോർട്ടിൽ കിടന്നാൽ എന്താ, നമ്മൾ മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ ആയിട്ട് വരുന്നതല്ലേ. എനിക്കങ്ങനെ ഇന്ന റിസോർട്ട് എന്നുള്ള തരംതിരിവൊന്നുമില്ല കേട്ടോ. എവിടെ കിടന്നാലും മൂന്നാറല്ലാണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ വെക്കേഷൻ എന്തായാലും നിങ്ങൾ ഫാമിലിയും കുട്ടികളൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ മൂന്നാർ സന്ദർശിക്കാൻ വരും. അപ്പോൾ നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു കേട്ടോ സ്റ്റെർല റിസോർട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ദേ ഇതൊക്കെയാണ് ചിന്നക്കനാലിലെ തേയിലത്തോട്ടങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോയാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാത്തവർ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.